നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 614th day. Today 6th sloka of Pradhama Skandha 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം 4ാം അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്ത മൂക ജഡവത് അജരൻ ഗജസാഹ്വയേ. ഓം തത്സത്. കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്ത മൂക ജഡവദ്വിജരൻ ഗജസാഹ്വയേ. ഓം തത്സത്. കഥം എങ്ങനെ ആലക്ഷിത കാണപ്പെട്ടു, പൗരൈ എന്ന് പറഞ്ഞാൽ പൗരന്മാരാൽ, സംപ്രാപ്ത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവൻ കുരുജാംഗലാൻ കുരുദേശങ്ങളിലും ജാംഗലദേശങ്ങളിലും ഗജസ്വാഹയെ എന്ന് പറഞ്ഞാൽ അത് ഉന്മത്ത മൂക ജഡൻ എന്ന ഉന്മത്തനെ പോലെയും ജഡനായിട്ടും മൂകനെ പോലെയും ഒക്കെ കാണപ്പെടുന്ന ശുകബ്രഹ്മർഷിയാണ് ഇവിടെ പറയുന്നത്. ഇവരെ പോലെ കാണുന്ന വിജരൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവനായിട്ടുള്ള ആ മുനി, ഉന്മത്തനെ പോലെയും ജഡനെ പോലെയും മുഖനെ പോലെയും സഞ്ചരിക്കുന്ന ആ മുനി ഗജസാഹ്വയെ എന്ന് പറഞ്ഞാലാണ് ഹസ്തിനപുരത്തിലും കുരു പ്രദേശങ്ങളിലും ജാംഗലദേശങ്ങളിലും ഒക്കെ ഉന്മത്തനായിട്ടും മൂകനായിട്ടും ജഡനെ പോലെയും ഒക്കെ വിജരൻ സഞ്ചരിക്കുന്ന ആ മുനി പൗരന്മാരാൽ എങ്ങനെ ആലക്ഷിത കാണപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. സ്ത്രീപുരുഷ ഭേദമില്ലാത്ത ബ്രഹ്മസ്വരൂപമായി കുരുദേശങ്ങളിലും ജാംഗലദേശങ്ങളിലും പിന്നെ ഹസ്തിനപുരത്തിലും ഭ്രാന്തൻ, മൂകൻ, ജഡൻ എന്നിങ്ങനെ ആയിട്ടുള്ള എന്നിവരെ പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശുകമുനിയെ പൗരന്മാർ എങ്ങനെ കണ്ടറിഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തെ പൗരന്മാർക്ക് മനസ്സിലായി, എങ്ങനെയാണ് പൗരന്മാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. അത് ശൗനക മഹർഷി സൂതപൗരാണികനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ 2-3 ശ്ലോകങ്ങളിലായിട്ട് ശുകബ്രഹ്മർഷിയെ വർണ്ണിച്ചു. വ്യാസമഹാമുനി എഴുതിയ ഈ മഹാഭാഗവതം ശുകമുനിക്ക് എങ്ങനെ ലഭിച്ചു, ആ ശുകമുനി എങ്ങനെ ഹസ്തിനപുരത്തിൽ എത്തി, എങ്ങനെ പരീക്ഷത്തിന് ഉപദേശിച്ചു എന്നൊക്കെ ഈ മഹർഷി സൂതനോട് ചോദിക്കുകയാണ്. അതായത് ഈ ശ്രീമദ് മഹാഭാഗവതം എങ്ങനെ രചിക്കപ്പെട്ടു, ആരാൽ എപ്രകാരം പരീക്ഷത്തിന് ഉപദേശിക്കപ്പെട്ടു, എവിടെയും ഒരു നിമിഷം പോലും ഇരിക്കാത്ത ഈ ശുകബ്രഹ്മർഷി എങ്ങനെ 7 ദിവസം പരീക്ഷത്തിന് ശ്രീമദ് മഹാഭാഗവതം ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ ആശ്ചര്യമായിട്ട് തനിക്ക് തോന്നുന്നതാൽ ആ സംശയത്തിന് നിവൃത്തി വരുത്തുവാൻ ചോദ്യങ്ങൾ ശൗനകാദി മഹർഷി ശ്രീ സൂത പൗരാണികനോട് ചോദിക്കുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. കഥമാലക്ഷിത പൗരേ സംപ്രാപ്ത കുരുജാംഗലാൻ ഉന്മത്ത മൂക ജഡവദ്വിജരൻ ഗജസാഹ്വയേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.